ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് ഒരു പാസ്ട്രിയാണ്. ചോക്കോ ഓറഞ്ച് പാസ്ട്രിയാണെന്ന് റെഡിയാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ ഞാനിവിടെ ഓറഞ്ച് കേക്കും അതുപോലെ തന്നെ ചോക്ലേറ്റ് കേക്കും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഓറഞ്ച് കേക്ക് 2 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 ഓറഞ്ച് കേക്കും അതുപോലെ തന്നെ ഒരു ചോക്ലേറ്റ് കേക്കും വെച്ചിട്ടാണ് ഈ ചോക്കോ ഓറഞ്ച് കേക്ക് റെഡിയാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുൻപേ ഓറഞ്ച് കേക്കും അതുപോലെ തന്നെ ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയൊക്കെ മുൻപേ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിൽ വീണ്ടും എടുത്ത് കാണിക്കാത്തത്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്താൽ മതിയാവും. ഇനി നമുക്ക് പാസ്ട്രി റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതിനായിട്ട് ടേൺ ടേബിളിൻ്റെ മുകളിൽ ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. കേക്ക് ബോർഡിൽ ക്രീമൊന്നും ആക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആദ്യത്തെ ലെയർ ഓറഞ്ച് കേക്ക് വെച്ച് കൊടുക്കാം. അതിനെ നമുക്ക് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്യാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓറഞ്ച് ഗണാഷാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് റെഡിയാക്കിയതിന് ശേഷം അതിൽ ഓറഞ്ചിൻ്റെ എസെൻസും ഓറഞ്ച് കളറും കൂടി മിക്സ് ചെയ്തതാണ് നമ്മൾ ഓറഞ്ച് ഗണാഷ് റെഡിയാക്കിയിട്ടുള്ളത്. ഓറഞ്ച് ഗണാഷ് 1-2 ടേബിൾ സ്പൂൺ ഒഴിച്ചതിന് ശേഷം സ്പാച്ചുല വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി നമുക്ക് അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. അടുത്ത ലെയറായിട്ട് ചോക്ലേറ്റ് കേക്കാണ് വെച്ച് കൊടുക്കുന്നത്. അതിനെയും നമുക്ക് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ട് വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം വെച്ചിട്ട് ലെവൽ ചെയ്യാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ചോക്ലേറ്റ് ഗണാഷ് 1-2 ടേബിൾ സ്പൂൺ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്ക് മൂന്നാമത്തെ ലെയറായിട്ട് ഓറഞ്ച് കേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം വെച്ചിട്ട് ലെവൽ ചെയ്യാം. എന്നിട്ട് സൈഡ് ഭാഗമൊക്കെ ഒന്ന് കവർ ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കട്ടിയിൽ തന്നെ ക്രീം ആക്കി കൊടുക്കാം. സൈഡൊന്നും ശരിയാക്കേണ്ട ആവശ്യമില്ല. മുകൾ ഭാഗം നന്നായിട്ടൊന്ന് ഫിനിഷ് ചെയ്തതിന് ശേഷം നമുക്ക് 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഈ കേക്ക് ഒന്ന് തണുപ്പിച്ചെടുക്കാം. 1 മണിക്കൂറിന് ശേഷം നമുക്ക് കേക്ക് പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ചോക്ലേറ്റ് ഗണാഷും അതുപോലെ തന്നെ ഓറഞ്ച് ഗണാഷും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മൾ ഓറഞ്ച് ഗണാഷ് കേക്കിൻ്റെ മുകളിലായിട്ട് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ കേക്ക് ബോർഡ് വെച്ചിട്ടൊന്ന് ചെരിച്ച് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം. ഇനി ചോക്ലേറ്റ് ഗണാഷ് ഒരു സ്പൂണിലോ അല്ലെങ്കിൽ പൈപ്പിംഗ് ബാഗിലോ എടുത്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു സ്ക്വയറോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് ഗണാഷ് ഒഴിച്ച ഉടനെ തന്നെ ഇത് ചെയ്യണം. കുറച്ച് സമയം കഴിഞ്ഞിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫിനിഷിങ് നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഒഴിച്ച ഉടനെ തന്നെ ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പുറത്തേക്ക് എടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗണാഷൊക്കെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ 4 ഭാഗത്തു നിന്നും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഇതുപോലെ ഒരളവ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു സ്കെയിൽ വെച്ചിട്ട് അളന്നതിന് ശേഷം ഒരേ അളവിൽ നമ്മളിതിൻ്റെ പകുതി ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി സ്കെയിൽ വെച്ചിട്ട് ഒരേ അളവിൽ തന്നെ നമുക്ക് 10 പീസായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ അതാ നല്ല കറക്റ്റ് അളവിൽ 10 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചോക്കോ ഓറഞ്ച് പാസ്ട്രി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കോംബോ ആണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ കൂടി എനാബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്